ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. ഞാൻ മായ. N4 ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഉൽപാദന പശ്ചാത്തല സേവന മേഖലകൾക്ക് ഊന്നൽ നൽകി ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് സി ബാബു അവതരിപ്പിച്ചു. 45,90,91,420 രൂപയുടെ പദ്ധതികളാണ് ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 45,95,91,420 രൂപ വരവും 45,02,67,800 രൂപയുടെ ചെലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റിൽ 93,23,620 രൂപയുടെ മിച്ചം പ്രതീക്ഷിക്കുന്നു. ഉൽപാദന മേഖലയ്ക്ക് 1.5 കോടിയും പശ്ചാത്തല മേഖലയ്ക്ക് 2 കോടിയും സേവന മേഖലയ്ക്ക് 5.5 കോടിയുമാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയത്. ഇതിൽ പാലിയേറ്റീവ് പരിചരണം ലഭിക്കുന്ന വൃദ്ധരായ രോഗികൾക്ക് അവരുടെ പ്രദേശങ്ങളിൽ ചെന്ന് ചികിത്സ ലഭ്യമാക്കുന്നതിന് സഞ്ചരിക്കുന്ന ആതുരാലയം പദ്ധതിക്ക് 19 ലക്ഷം രൂപ വകയിരുത്തി. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനമുറി, സായാഹ്ന പഠന കേന്ദ്രം എന്നിവയ്ക്കായി 28 ലക്ഷം രൂപ വകയിരുത്തി. ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കായി 3.36 കോടി രൂപ വകയിരുത്തി. ഡയാലിസിസിന് വിധേയരാകുന്നവർക്കും അവയവമാറ്റ ശസ്ത്രക്രിയ ചെയ്തവരെ സഹായിക്കുന്നതിന് ഗ്രാമപഞ്ചായത്തുകളുമായി ചേർന്നും തുക വകയിരുത്തി. പാർപ്പിട മേഖലയ്ക്ക് 2.5 കോടി രൂപ വകയിരുത്തി. പട്ടികജാതി ക്ഷേമത്തിനായി 3 കോടി രൂപയും കാർഷിക മേഖലയ്ക്കായി 1.5 കോടി രൂപയും വനിതാ ക്ഷേമത്തിന് 59 ലക്ഷം രൂപയും വകയിരുത്തി. റോഡ്, കുടിവെള്ളം തുടങ്ങിയവയ്ക്കായി ആകെ 2 കോടി രൂപയും വകയിരുത്തി. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷയായി. യോഗത്തിൽ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ കെ വിനോദ് കുമാർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അശ്വതി, ലക്കിടിപ്പേരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ്, വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒറ്റപ്പാലം ഭാരതപ്പുഴ സിൽവർ കൺവെൻഷൻ തുടക്കമായി. സിൽവർ ജൂബിലി തിലക്കത്തിൽ പ്രൗഢോജ്വല പെരുമയോടെ ഒറ്റപ്പാലം ഭാരതപ്പുഴ കൺവെൻഷന് ഒറ്റപ്പാലം ഭാരതപ്പുഴയോരത്ത് തുടക്കമായി. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഭാരതപ്പുഴ കൺവെൻഷനിൽ നാടിന്റെ നന്മയ്ക്കായി ദൈവവിശ്വാസികൾ മുന്നിട്ടിറങ്ങണമെന്ന് ഭാരതപ്പുഴ കൺവെൻഷൻ പ്രസിഡന്റ് പാസ്റ്റർ കെ വിൽസൺ ആഹ്വാനം ചെയ്തു. യുവതലമുറയെ നശിപ്പിക്കുന്ന ലഹരിക്കെതിരെയും നാടിനെ നശിപ്പിക്കുന്ന അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കെതിരെ പൊതുജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു. രക്ഷാധികാരി പാസ്റ്റർ പി ഡി മാർക്കോസ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഫെയ്ത്ത് ബ്ലസൻ പള്ളിപ്പാട് മുഖ്യ പ്രഭാഷണം നടത്തി. ഭാരതപ്പുഴ ക്വയർ ഗാനശുശ്രൂഷ നിർവഹിച്ചു. പാസ്റ്റർമാരായ ജോൺസൺ അക്കിക്കാവ്, വിനോദ് ഭാസ്കർ എന്നിവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സെക്രട്ടറി പി കെ ദേവസി, ജോയിന്റ് സെക്രട്ടറി പാസ്റ്റർ അജീഷ് പറമേൽപ്പടി, ട്രഷറർ പി കെ ചെറിയാൻ, പ്രോഗ്രാം കോർഡിനേറ്റർ സജീമത്തായി കാതേട്ട്, ബിജു തടത്തിവിള എന്നിവർ നേതൃത്വം നൽകി. ഭാരതപ്പുഴ കൺവെൻഷന്റെ ആദ്യ ദിവസം പാസ്റ്റർമാരായ ബ്ലസനും 2ാം ദിനമായ ഇന്നലെ ഷാജിയം പോൾ എന്നിവർ സുവിശേഷ പ്രസംഗം നടത്തി. ഭാരതപ്പുഴ കൺവെൻഷന്റെ ഭാഗമായി സീഫൻ ദേവസയുടെ നേതൃത്വത്തിൽ പ്രശസ്ത ഗായകർ അണിനിരക്കുന്ന ഗാനശുശ്രൂഷയും ഉണ്ടായിരിക്കും. 50-ലേറെ പെന്തക്കോസ്റ്റ് സഭകൾ ചേർന്നാണ് കൺവെൻഷൻ നടത്തുന്നത്. ഭാരവാഹികളായി പാസ്റ്റർ കെ വിൽസൺ, പാസ്റ്റർ VM രാജു, പി കെ ദേവസ്യ, പാസ്റ്റർ അജീഷ് ജോസഫ്, റോയ് തോമസ്, പാസ്റ്റർ പി കെ ചെറിയാൻ, സജി മത്തായി, സാം കൊണ്ടാടി, സാം ആനേടി, ബിജു തടത്തിവിള, പാസ്റ്റർമാരായ ബിജു, പ്രേംകുമാർ, മണികണ്ഠൻ, EV ജോർജ് എന്നിവരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പാസ്റ്റർമാരായ EP വർഗീസ്, ഉമ്മച്ചൻ വർഗീസ്, L ജസ്റ്റിസ് എന്നിവരാണ് രക്ഷാധികാരികൾ. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ പെന്തക്കോസ്റ്റ് സഭകളുടെ നേതൃത്വത്തിൽ 1999 മെയ് 6 മുതൽ 9 വരെയാണ് ഭാരതപ്പുഴ കൺവെൻഷൻ എന്ന പേരിൽ പ്രഥമ കൺവെൻഷൻ നടന്നത്. ജൂബിലി കൺവെൻഷനോടനുബന്ധിച്ച് ആത്മീയ കൂട്ടായ്മകൾ, ഉപവാസ പ്രാർത്ഥനകൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സെമിനാറുകൾ, സുവിശേഷ റാലി, പരസ്യ യോഗങ്ങൾ, ജൂബിലി സ്മരണിക എന്നിവയുടെ പ്രകാശനവും നടക്കും. ഒറ്റപ്പാലം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നു. പാലപ്പുറം SRK നഗർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നു. ക്ഷേത്രാങ്കണത്തിൽ രാവിലെ സഹസ്രനാമാർച്ചനയും മഞ്ഞളാഭിഷേകത്തോടു കൂടിയാണ് ശ്രീകുറുമ്പ അമ്മയുടെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് രാവിലെ 11 മണി മുതൽ പ്രസാദകൂട്ടും വൈകുന്നേരം സമ്പൂർണ്ണ നെയ്ദീപ സമർപ്പണവും പുഷ്പാഭിഷേകവും നടന്നു. ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ അന്യം നിന്നുപോയ കതിർവേല പുനരാരംഭിക്കണമെന്ന്, അത് എല്ലാ വർഷം മുടക്കം കൂടാതെ നടത്തണമെന്നുമുള്ള ദേവീഹിതം താമ്പൂല പ്രശ്നത്തിൽ കണ്ടതുമൂലം കതിർവേല അവകാശികളുമായി ക്ഷേത്ര കമ്മിറ്റി ആശയവിനിമയം നടത്തിയതിന്റെ ഭാഗമായി ആചാരാനുഷ്ഠാന വിധി പ്രകാരം പാലപ്പുറം ശ്രീകുറുമ്പ ക്ഷേത്രത്തിലെ കതിർവേല ഈ മാസം 14-ന് നടക്കും. ഇനി ഒരിടവേള.
സന്തോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ. ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. ഫെബ്രുവരി 10 മുതൽ 14 വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ. വാർത്തകൾ തുടരുന്നു. മലബാർ ഗോൾഡൻ ഡയമണ്ട് ഒറ്റപ്പാലം ഷോറൂമിൽ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോയ്ക്ക് തുടക്കമായി. ലളിതമായ ഡിസൈനുകളിൽ തീർത്ത ആഭരണങ്ങളുടെ വൈവിധ്യമായ കളക്ഷനുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒറ്റപ്പാലം ഷോറൂമിൽ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോയ്ക്ക് തുടക്കമായി. ഫെബ്രുവരി 10 മുതൽ 14 വരെ ആധുനികമായ ഫാഷൻ സങ്കല്പങ്ങൾക്ക് അനുസൃതമായ ഡെയിലി വെയർ ആഭരണങ്ങൾ തികച്ചും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ഓരോ കസ്റ്റമേഴ്സിനും മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒറ്റപ്പാലം ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോയുടെ ഭാഗമായി ഷോറൂമിൽ കേക്ക് മുറിച്ചുകൊണ്ട് പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നടന്നു. ചടങ്ങിൽ ഡോക്ടർ ലതാ ബിജു മുഖ്യ അതിഥിയായി. ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ഇവിടുത്തെ കസ്റ്റമർ സർവീസും എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരണം തന്നെ ഒരു അവസ്ഥ ഉണ്ടായതാണ്. വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരാനുള്ളൊരു ഇതുണ്ടായത്. പിന്നെ അത് മാത്രമല്ല, എല്ലാ റേഞ്ചിലുമുള്ള വ്യത്യസ്ത തരത്തിലുള്ള ആഭരണങ്ങൾ നമ്മുടെ മനസ്സിനിറങ്ങിയത്. അത് പല റേഞ്ചിലും, ഇപ്പൊ ചില സ്ഥലത്തൊക്കെ ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ മാത്രമേ ഹൈ ലെവലിലുള്ള അങ്ങനത്തെ ആഭരണങ്ങളെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചില താഴ്ന്ന റേഞ്ചിൽ നമുക്ക് വിചാരിച്ചത്ര കളക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ കണ്ടത് അങ്ങനെയല്ല. അത് മാത്രമല്ല, നമ്മളോടുള്ള സമീപനവും എങ്ങനെയാ വേണ്ട വെച്ചാൽ ഓരോന്നും എടുത്തു തരാനുള്ളവരുടെ ആ ഒരു അതിനെ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. അതിനൊരു വലിയ സ്റ്റോർ ഹെഡ് ഷഫീർ, മാർക്കറ്റിംഗ് മാനേജർ രാജേഷ് നായർ, ഷോറൂം മാനേജർ സുദർശൻ, സെയിൽസ് മാനേജർ മണികണ്ഠൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഭാഗമായിട്ട് നമ്മളിവിടെ ഒരു ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ ആണ് ഉപഭോക്താക്കൾക്കായിട്ട് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. അതിൽ നമ്മുടെ സബ് ബ്രാൻഡ്സായ മൈൻ, ഇറ, എത്തനിക്സ്, പ്രഷ്യ പോലുള്ള ഡിവൈൻ പോലുള്ള എല്ലാ സബ് ബ്രാൻഡ്സിലും നമ്മൾ ലൈറ്റ് വെയ്റ്റ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഇതിൽ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ജ്വല്ലറിയായ സോളാണ്. ഒരു സോള് നമ്മൾ പുതിയതായിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അതിൽ 18 ക്യാരറ്റിൻ്റെ വരുന്ന ലൈറ്റ് വെയ്റ്റ് ഒരുപാട് ഇയറിങ്സ് ആണെങ്കിലും നെക്ലേസ് ആണെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷോയിലേക്ക് എല്ലാ ഉപഭോക്താക്കളെയും നമ്മൾ സാധനം ക്ഷണിച്ചുകൊള്ളുകയാണ്. കൂടാതെ നമ്മൾ വാലന്റൈൻസ് ഡേ വരികയാണ്. അപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളും നമ്മൾ ഈ സോൾ കളക്ഷൻസിൽ അവൈലബിൾ ആയിട്ട് വരുന്നു. കാർബൺ സന്തുലിത ഒറ്റപ്പാലം അവലോകന യോഗം നടന്നു. കാർബൺ സന്തുലിത ഒറ്റപ്പാലം പദ്ധതിയുടെ ഭാഗമായി ഒറ്റപ്പാലം നഗരസഭയിൽ ആലോചനാ യോഗവും പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. അന്തരീക്ഷ താപനില വലിയ രൂപത്തിൽ വ്യതിയാനമുണ്ടാവുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവും ഭൂമിയെയും പ്രപഞ്ചത്തെയും ജീവജാലങ്ങളെയും കാർഷിക മേഖലയും വലിയ രൂപത്തിൽ ബാധിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നതിനും എങ്ങനെ അവയെ ചെറുക്കാം എന്നതിനെ സംബന്ധിച്ചും ഒറ്റപ്പാലം നഗരസഭയുടെ നേതൃത്വത്തിൽ ചില പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ്. കാർബൺ നിർഗമനം പരമാവധി കുറയ്ക്കാൻ ഏതെല്ലാം രംഗത്ത് ഇടപെടാമെന്നതിനെ സംബന്ധിച്ച്
ആദ്യഘട്ടത്തിൽ മുഴുവൻ വീടുകളിലും സ്ഥാപനങ്ങളും കയറിക്കൊണ്ടുള്ള സർവേ നടത്തും. കുടുംബശ്രീയുടെ പ്രവർത്തകർ മുഴുവൻ വീടുകളിലും വിവരശേഖരണം നടത്തും. NSS വളണ്ടിയർമാർ, റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികൾ, വ്യാപാരി വ്യവസായ സുഹൃത്തുക്കൾ എല്ലാ രംഗത്തുമുള്ളവരുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഡോക്ടർ സി ജയരാമൻ, ഡോക്ടർ ശശി കോട്ടയിൽ, ഡോക്ടർ പാർവതി വാര്യർ തുടങ്ങിയവർ ക്ലാസിന് നേതൃത്വം കൊടുത്തു. ക്ലാസിന്റെ ഔപചാരിക ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അബ്ദുൽ നാസർ, ലത തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു. നഗരസഭാ സെക്രട്ടറി പ്രദീപ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. CDS ചെയർപേഴ്സൺ ലത പരിപാടിക്ക് നന്ദി അറിയിച്ചു. കടമ്പഴിപ്പുറം സ്കൂളിന്റെ വാർഷിക ആഘോഷ പരിപാടി നടന്നു. കടമ്പഴിപ്പുറം ഹൈസ്കൂൾ 78ാം വാർഷികവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് P. ശാസ്ത്രകുമാർ അധ്യക്ഷത വഹിച്ചു. കഥകളി സംഗീതജ്ഞൻ നെടുമ്പള്ളി രാംമോഹൻ വിശിഷ്ട അതിഥിയായി. മാനേജർ C. ഗോപിനാഥ്, KA കിരൺജിത്ത്, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുബ്രഹ്മണ്യൻ, ചെർപ്പളശ്ശേരി BPC പ്രിയേഷ്, വാർഡ് മെമ്പർ MP സവിത, PTA പ്രസിഡന്റ് T. രാമകൃഷ്ണൻ, MPTA പ്രസിഡന്റ് ശ്യാമ, സ്റ്റാഫ് സെക്രട്ടറി ലത, CM കൃഷ്ണകുമാർ, വിരമിച്ച അധ്യാപക പ്രതിനിധികൾ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി, സ്കൂൾ ലീഡർ വൃന്ദ തുടങ്ങിയവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA നേതൃത്വത്തിൽ അവലോകന യോഗം നടന്നു. അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA അധ്യക്ഷതയിൽ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് അവലോകന യോഗം ചേർന്നത്. യോഗത്തിൽ മണ്ഡലത്തിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷരും വിവിധ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. നിശ്ചയിക്കുന്ന MLA ആസ്തി വികസന ഫണ്ടിലും പ്രാദേശിക വികസന ഫണ്ടിലുമായിട്ടുള്ള പ്രവൃത്തികൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മണ്ഡലത്തിൽ നടത്തുന്ന ബജറ്റ് വർക്കിൽ ഉൾപ്പെട്ട പ്രവൃത്തികൾ ഉൾപ്പെടെ നമുക്കൊന്ന് അവലോകനം ചെയ്തു പോകാനാണ് നമ്മളിന്ന് യോഗം ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്നത്തെ യോഗത്തിൽ നമ്മൾ ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ നിലവിൽ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടില്ലാത്ത വർക്കുകൾ ഏറ്റെടുത്തിട്ടുള്ള കരാറുകാരെയും കൂടെ നമ്മളിന്ന് വിളിച്ചിട്ടുണ്ട്. പൊതുവിൽ ഈ ഒരു കാലാവസ്ഥയിൽ തന്നെ നമുക്ക് വളരെ വേഗതയിൽ പൂർത്തീകരിക്കേണ്ട പ്രവൃത്തികൾ പൂർത്തീകരിക്കാനുള്ള ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ അവരെ കൂടി ചേർത്ത് നമ്മൾ ഇന്നത്തെ യോഗം വിളിച്ചിട്ടുള്ളത് നാമകമായിട്ട് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ആസ്തി വികസനവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളുടെ ഒരു അവലോകന യോഗം നമുക്ക് എടുക്കാം. 17-18 വർഷത്തിലെ വർക്കുകളാണ് ആദ്യം സൂചിപ്പിക്കുന്നത്. അത് എസ്റ്റിമേറ്റ് പറയുന്ന പ്രകാരമുള്ള എല്ലാ പണികളും നടക്കുന്നുണ്ടാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. NSA ജ്വല്ലറി, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ഓപ്പോസിറ്റ് KRK കല്യാണ മണ്ഡപം, പട്ടിക്കര, പാലക്കാട്. കരിമ്പനകളുടെയും പുഞ്ചപ്പാടങ്ങളുടെയും നാടായ പാലക്കാടിന്റെ തിലകക്കുറിയായി NSA ജ്വല്ലറി. മൊബൈൽ 903477943671, 9447040615, 9847040616. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. വാർത്തകൾ തുടരുന്നു. ഭക്ഷ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാ താലൂക്ക് തല പരിശോധന നടന്നു. പൊതുവിപണിയിലെ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജില്ലാ താലൂക്ക് തല സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന ആരംഭിച്ചു. ജില്ലയിലെ വിവിധ താലൂക്കുകളിലായി 45 വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. ഇതിൽ 8 സ്ഥാപനങ്ങളിൽ ക്രമക്കേടുകൾ കണ്ടെത്തി. കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, മറിച്ചു വിൽപ്പന എന്നിവ തടയുന്നതിനും വില വർധനവ് പിടിച്ചു നിർത്തുന്നതിനുമായി കർശന പരിശോധന നടത്താൻ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി.
പൊതുവിതരണ, ഭക്ഷ്യസുരക്ഷ, ലീഗൽ മെട്രോളജി, റവന്യൂ, പോലീസ്, GST വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ജില്ലാ കളക്ടറുടെ സ്പെഷ്യൽ സ്ക്വാഡാണ് പരിശോധന നടത്തുന്നത്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പാലക്കാട്, ചിറ്റൂർ താലൂക്കുകളിൽ അതിർത്തി ഗ്രാമങ്ങളിൽ കർശന പരിശോധന നടത്തുമെന്നും ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ സ്ഥാപന ഉടമകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. മണ്ണൂർ EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സാന്ത്വന പരിചരണ പരിപാടി തുടങ്ങി. മണ്ണൂർ EK നായനാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഹോം കെയർ പദ്ധതിക്ക് തുടക്കമായി. കിടപ്പ് രോഗികളെ ട്രസ്റ്റിന്റെ കീഴിലുള്ള പാലിയേറ്റീവ് സംഘം വീടുകളിലെത്തി പരിചരിക്കുകയും ചികിത്സ നൽകുകയും ചെയ്യുന്നതാണ് പദ്ധതി. പഞ്ചായത്തിൽ 100ഓളം കിടപ്പ് രോഗികളുണ്ട്. ഇവരുടെ വീടുകളിലെത്തി ആവശ്യമായ ചികിത്സയും പരിചരണവും മരുന്നും നൽകും. ആഴ്ചയിൽ 3 ദിവസമാണ് പ്രവർത്തനം. നഴ്സ് അജിതയടക്കം 30 വളണ്ടിയർമാരാണ് ട്രസ്റ്റിന്റെ കീഴിലുള്ളത്. ഇവർക്ക് വാഹനവുമുണ്ട്. കിടപ്പ് രോഗിയായ മണിയങ്കോട് രാമന്റെ വീട്ടിൽ നിന്നാണ് പദ്ധതി തുടങ്ങിയത്. ഹോം കെയർ പദ്ധതി മുണ്ടൂർ KC ബാലകൃഷ്ണൻ സ്മാരക സാന്ത്വന പരിചരണ കേന്ദ്രം ചെയർമാൻ PA ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ണൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. CPIM ലോക്കൽ സെക്രട്ടറി TR ശശി, പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS മുത്തലി, M ഉണ്ണികൃഷ്ണൻ, AA ശിഹാബ്, VK മുരളി, P നാരായണൻ, K സൈതലവി തുടങ്ങിയവർ സംസാരിച്ചു. ചരിത്രത്തിൽ ഇന്ന് ഗിരീഷ് പുത്തഞ്ചേരി ഓർമ്മ ദിനം. 1990കളിൽ ONVയും കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും ബിച്ചു തിരുമലയുമൊക്കെ മലയാള സിനിമാ ഗാനരചനയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഗിരീഷ് പുത്തഞ്ചേരി എന്ന ഉള്ളേരിക്കാരൻ ജയരാജ് സംവിധാനം ചെയ്ത ജോണി വാക്കർ എന്ന ചിത്രത്തിലെ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുപോവാ എന്ന ഗാനവുമായി മലയാള സിനിമാ മേഖലയിലേക്ക് ചുവടുവെക്കുന്നത്. പിന്നീട് അങ്ങോട്ട് പുത്തഞ്ചേരിയുടെ കാലമാണ്. IV ശശി സംവിധാനം ചെയ്ത ദേവാസുരം എന്ന ചിത്രത്തിലെ മോഹൻലാൽ അവതരിപ്പിച്ച മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന കഥാപാത്ര വ്യതകൾക്കൊപ്പം പിറന്നു വീണ സൂര്യകിരീടം വീണുടഞ്ഞു എന്ന ഗാനം ഗിരീഷ് പുത്തഞ്ചേരി എന്ന ഗാനരചയിതാവിനെ ശ്രദ്ധേയനാക്കി. ഏതുതരം ട്യൂണുകൾക്കൊപ്പവും അനായാസമായി പദമൊരുക്കാനുള്ള ശേഷി ഗിരീഷ് പുത്തഞ്ചേരിയെ മലയാള സിനിമാ പാട്ടെഴുത്തു ലോകത്തെ തിരക്കുള്ള ഗാനരചയിതാവാക്കി. പിന്നെയും പിന്നെയും ആരോക്കിനാവിൻ്റെ പടികടന്നെത്തുന്ന പതനിസ്വനം എന്ന ഗാനത്തിന് മികച്ച ഗാനരചയിതാവിനുള്ള ആദ്യ സംസ്ഥാന പുരസ്കാരം ഗിരീഷ് പുത്തഞ്ചേരി നേടി. ഭക്തിയും പ്രണയവും മനുഷ്യ തീവ്ര വ്യതകളുമെല്ലാം ഗിരീഷ് പുത്തഞ്ചേരിയുടെ പദസഞ്ചയത്തിന് മുന്നിൽ വിളങ്ങി നിന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.